കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഓരോന്ന് ഊതി വീർപ്പിക്കണ്ട. എല്ലാം കണ്ടില്ലെന്ന് നടിക്കണമെന്നാണോ മാഷ് പറയുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയുണ്ട്. ഗംഗയ്ക്ക് കോളേജിൽ വെച്ച് ഒരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞതുമാണ്. വലിയ വാചകമൊക്കെ അടിക്കെങ്കിലും ബാലചാബല്യം മാറാത്ത പെൺകുട്ടിയാണ്. അയാളെക്കുറിച്ചുള്ള ഓർമ്മ ഇനി അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ക്രമേണ ഗംഗ ഇത് മറക്കും. അതിനുള്ള സാവകാശം കൊടുത്താൽ മതി. പക്ഷെ അച്ഛാ, കല്യാണം ഇങ്ങ് അടുത്തില്ലേ? അതിനെന്താ, സമയമാവുമ്പോൾ കല്യാണം നടക്കും. നിങ്ങൾ ഭയപ്പെടുന്ന പോലെ ഗംഗയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശാരദ മുമ്പൊരിക്കൽ പറഞ്ഞില്ലേ അവളെ മുറിയിൽ അടച്ചിടണമെന്ന്? എങ്കിലും വാശി കൂടുമായിരുന്നു. കുറേയൊക്കെ വിട്ടുവീഴ്ചയോടെ നമ്മൾ പെരുമാറണം. ഇക്കണക്കിന് അവള് കല്യാണം കഴിഞ്ഞ് നന്ദനോട് ഇതുപോലെ ആയിരിക്കും പെരുമാറുന്നത്. മറ്റൊരു വീടാണെന്ന് ഓർക്കണം. അവിടെ ചെന്ന് എന്തെങ്കിലും അതൃപ്തി കാണിച്ചാ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പ്രശ്നമാവും. ഏയ്, നന്ദഗോപൻ നല്ല ചെറുപ്പക്കാരനാ. ഇവളുടെ പഴയ സ്നേഹബന്ധത്തെ പറ്റി എങ്ങാനും അവരറിയാനിടയായ? ഛേ, താനെന്തേ പറയുന്നേ? അങ്ങനെ അറിയാൻ മാത്രമുള്ള സ്നേഹബന്ധമൊന്നും ഇല്ലല്ലോ. കോളേജിൽ വെച്ചൊരു അടുപ്പം, അതറിയുള്ളൂ. ഇവള് മണ്ടിയായതുകൊണ്ട് അത് ഓർത്തിരിക്കുന്നു. കല്യാണം കഴിയുമ്പോൾ അതൊക്കെ മറക്കും. പിന്നെ എല്ലാം നേരെയായിക്കോളും. നേരെയാവും താനെന്ന് സമാധാനിക്കുക. അമ്മേ, എല്ലാം നേരെയാവും. കൃത്യം നീ കുളിക്കാൻ കയറിയ സമയത്ത് തന്നെ മുംബൈയിൽ നിന്ന് വിളിച്ചു. എന്താ കാര്യം? ഹാപ്പി ന്യൂസാ. 27-ാം തീയതി നിന്റെ ഫ്ലൈറ്റാ. മനസ്സിലായില്ലേ? 27-ാം തീയതി മുംബൈ എയർപോർട്ടിൽ നിന്നുള്ള ആകാശയാനത്തിൽ നീ എണ്ണപ്പാടത്തേക്ക് പറക്കുന്നു എന്ന്. തലേ ദിവസം, അതായത് 26-ാം തീയതി നീ ക്യാഷുമായി മുംബൈയിലുള്ള ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. ചുരുക്കത്തിൽ 23-ന് നീ ഇവിടുന്ന് പുറപ്പെടണം. എങ്കിലേ സമയത്തിന് മുംബൈയിൽ എത്തിച്ചേരുള്ളൂ. 23 എന്ന് വെച്ചാൽ ഗംഗയുടെ കല്യാണ ദിവസം. നീ എന്താ എത്ര ഗാഠമായിട്ട് ചിന്തിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എന്നാൽ അധികം ചിന്തിക്കണ്ട. അതിനിടയ്ക്ക് നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു ഇളയ സിസ്റ്റർ. മുംബൈയിൽ നിന്നുള്ള കോളിന് ശേഷമാണ് സുനന്ദ വിളിച്ചത്. 27-ാം തീയതി ഫ്ലൈറ്റ് ആണെന്നുള്ള കാര്യം ഞാൻ പെങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പണം അവിടെ റെഡിയായിരിക്കുക. ഇനി നീ ഒരുക്കങ്ങൾ തുടങ്ങിയാൽ മതി. 23 എന്നുള്ളത് മാറ്റമൊന്നും വരില്ലായിരിക്കും അല്ലേ? മാറ്റിവെക്കാൻ ഇതെന്താ, ആർട്സ് ക്ലബിന്റെ കമ്മിറ്റിയോ? അല്ല, പെട്ടെന്നിങ്ങനെ അവര് വിളിച്ചറിയിച്ചതുകൊണ്ട് ചോദിച്ചതാ. ചിലപ്പോ കുറച്ച് ലേറ്റ് ആവുമെന്ന് സൂചിപ്പിച്ചിരുന്നു. ലേറ്റ് ആവണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നു എന്ന് പറ. ഗിരിയുടെ സൂക്കേട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടാ പറയുന്നത്. ഒരു കാരണവശാലും നീ ഇനി ഗംഗയെ വിളിക്കാൻ പാടില്ല. യാത്ര പറയാൻ പോലും വിളിക്കരുത്. അതിന്റെ ആവശ്യമില്ല.
ഗിരി കഴിയുന്നതും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണം. അവിടെ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. ഞാനിപ്പോ അങ്ങോട്ട് ചെന്നിട്ട് എന്താ? ഇവിടെ നിന്നിട്ടെന്താ? നിന്റെ വർത്തമാനം കേട്ടാ തോന്നും ഇത് ആലപ്പുഴ വരെ പോകുന്ന കാര്യമാണെന്ന്. പ്ലീസ് ബി സീരിയസ് ഗിരി. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നമാണ് സഫലമാകാൻ പോകുന്നത്. അപ്പോഴാ നീ ഒരുമാതിരി മന്ദബുദ്ധിയെ പോലെ. വീട്ടിലേക്ക് ചെല്ല്, അവിടെ പല കാര്യങ്ങളുണ്ട്. ഞാനേ ഓഫീസിലേക്ക് ഇറങ്ങുക. പിന്നെ പൈസയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാ വിളിച്ചു പറയണം, ഞാനും അങ്ങോട്ട് വിളിക്കാം. അതുപോലെ 22-ാം തീയതി വേണമെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങ് വന്ന് 23-ാം തീയതി ഇവിടുന്ന് ട്രെയിൻ കയറാം. അതാ നല്ലത്. അപ്പം ശരി, ഞാൻ ഇറങ്ങുന്നു. തീയതി നന്നായിട്ടില്ലേ? ഒരു 150 പവന്റെ പൊലിപ്പുണ്ട് സ്വർണത്തിന്. കുറച്ചേ ഉള്ളെങ്കിലും ഉള്ളത് നല്ല ഷോയാ. കുറച്ചേ ഉള്ളൂന്ന് പറയണ്ടേ ചേച്ചി? ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. നന്ദനോ വീട്ടുകാരോ ഇത്ര സ്വർണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇത്രയും കൊടുക്കുന്നത് നമ്മുടെ അന്തസ്. സ്വർണം എത്ര എടുത്തു വെച്ചാലും നഷ്ടമില്ലല്ലോ. എന്തായാലും മുതലാ അല്ലേ ശാരദേച്ചി? അതെ. ആ, നന്നായിട്ടുണ്ട് അല്ലേ മോളെ? കുറച്ചുകൂടി കളറാവായിരുന്നു. ഇതൊരു മങ്ങല് പോലെ. ഗംഗേത് മതിന്ന് പറഞ്ഞതല്ലേ ആന്റി? അല്ലെങ്കിൽ ഏതാ പോരാന്ന് പറഞ്ഞിട്ടുള്ളേ? എന്ത് ചോദിച്ചാലും മതി മതിന്നേ പറയൂ. എന്ത് പറ്റി മോളെ? ശരീരസുഖമില്ലേ? ഒന്നുമില്ല. അല്ല, ശരീരത്തിനോ മനസ്സിനോ സുഖമില്ലെങ്കിൽ ആളുകളങ്ങ് വാടിപ്പോവും. വീടും തുറന്നിട്ടോ ഇവനിതെവിടെ പോയി? എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഒന്ന് വിളിച്ചു നോക്കാം. ആ, ബെല്ലുണ്ട്. ഫോൺ ഇവിടെ ഇരിക്കുന്നു. നീ പോയില്ലേ? സന്ധ്യ കഴിഞ്ഞിട്ട് ലൈറ്റ് ഇടാതെ നീ എന്തിനാ ഇങ്ങനെ ഇരട്ടത്തിരിക്കുന്നേ? ഇവനിത് എന്തു പറ്റി? ഗിരി, എന്താന്ന് പറയടാ. എന്താടാ നിന്റെ പ്രശ്നം? നീ എന്താ വീട്ടിൽ പോയിരുന്നത്? ഒന്നുമില്ല. അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പണം ശരിയായില്ലേ? എന്താണെങ്കിലും പറ. എനിക്ക് വയ്യ സോളമ. ഗംഗയെ ചതിച്ചിട്ട് എനിക്ക് രക്ഷപ്പെടണ്ട. എനിക്ക് പറ്റില്ല അവളെ വിട്ടുപോവാൻ. അത് ചതിയാണ്. അതെ, ചതിയാണ്. നീ നിന്റെ വീട്ടുകാരോട് ഈ കാണിക്കുന്നത് കൊടും ചതിയാ. നീ ഒരു മനുഷ്യനാണോടാ? എത്ര തവണ ഓരോ കാര്യവും നിന്നോട് സംസാരിച്ചതാ. എല്ലാം അംഗീകരിച്ചിട്ട് ഈ 13-ാം മണിക്കൂറിൽ പിന്നെ ആ പെണ്ണിനെ ഓർത്തോണ്ടിരിക്കുന്നത് മിനിമം ഭാഷയെ പറഞ്ഞാൽ ധിക്കാരവാ. സ്നേഹിക്കുന്നവരെല്ലാം വെല്ലുവിളിക്കുന്ന പരിപാടിയാ. ഓഫീസിൽ 2 പേരോട് 10,000 രൂപ വീതം കടം ചോദിച്ചു വെച്ചിരിക്കാ ഞാൻ. പോകാൻ നേരത്ത് നിന്റെ കയ്യിൽ വെച്ച് തരാൻ ഞാൻ നിന്റെ ആരാ? ആ ആത്മാർത്ഥത പോലും തിരിച്ചറിയുന്നില്ല നീ. കൂടെ പിറപ്പുകളെന്നില്ല, അമ്മയെന്നില്ല. എന്ത് പറഞ്ഞാലും ഒരു ഗംഗ. ഇത് സ്നേഹമല്ല, എസ്കേപ്പിസമാ.
നിനക്ക് റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ വയ്യ. ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാൻ വയ്യ. കാമുകനായി നടക്കണം. അതാവുമ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. സ്നേഹിച്ചോണ്ട് നടന്നാ മതിയല്ലോ. നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക സോളമ. നീ പറഞ്ഞത് ശരിയാ. അമ്മ, പെങ്ങമ്മ, നീ ഒക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. കുടുംബം നോക്കേണ്ടത് എന്റെ കടമയാണ്. പക്ഷേ അതിന്റെ പേരിൽ ഞാനൊരു പാവം പെണ്ണിന്റെ ജീവിതം എറിഞ്ഞുടയ്ക്കണോ? ഗംഗയുടെ പക്ഷത്ത് നിന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നെ സംബന്ധിച്ച് മുമ്പിൽ ഒരു പ്രശ്നമേ ഉള്ളൂ, ഗൾഫിലെ ജോലി. അതിന് പോയില്ലെങ്കിൽ ഒരവസരം നഷ്ടപ്പെടും. പക്ഷേ വീണ്ടും തൊഴിലവസരങ്ങൾ വരും. ശ്രമിച്ചാൽ വീണ്ടും എനിക്ക് ജോലിയും കിട്ടും. എന്നാൽ ഗംഗയുടെ കാര്യവും മറ്റൊരാളുമായി അവളുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. അവിടെ നിന്നുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്തണമെന്ന് അവൾ പറയുന്നത്. ആ വിവാഹം നടന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അവൾക്ക് നല്ല നിശ്ചയമുണ്ട്. ആ കുടുംബത്തെ അത് വല്ലാതെ പിടിച്ചുലയ്ക്കും. അതറിഞ്ഞുകൊണ്ട് ഗംഗ ഞാൻ വിളിക്കുന്ന നിമിഷം കൂടെ ഇറങ്ങി വരാൻ തയ്യാറായി നിൽക്കുന്നത്. എന്നവള് പറഞ്ഞോ? വെറുതെ പറഞ്ഞതല്ല, ഗംഗ വരും. അത്ര ശക്തമായ നിലപാടിലാണ് അവൾ. എനിക്ക് ആ സ്നേഹം നിരസിക്കാൻ വേണമെങ്കിൽ എന്റെ കുടുംബത്തിന്റെ ഇല്ലായ്മകൾ ഓർത്ത് നാട് വിട്ടുപോയി ജോലി ചേരാം. പക്ഷേ ഞാൻ ഗൾഫിലെത്തും മുമ്പ് ഇവിടെ ഒന്ന് സംഭവിച്ചിരിക്കും, ഗംഗയുടെ ആത്മഹത്യ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഗംഗ പിന്നെ ജീവിച്ചിരിക്കില്ല. അങ്ങനെ സംഭവിച്ചാ പിന്നെ എന്റെ ശിഷ്ട ജീവിതം എന്തായിരിക്കും? ഒരിക്കലെങ്കിലും സമാധാനം കിട്ടും. കുറ്റബോധം കൊണ്ട് നീറി അവസാനിക്കും. അപ്പോഴും നിങ്ങളൊക്കെ പറയുമായിരിക്കും കുടുംബസ്നേഹിയായിരുന്നു ഗിരിയെന്ന്. ഇതെല്ലാം ഓർത്തിട്ട് എന്റെ ഗംഗയെ വഞ്ചിക്കാൻ വയ്യെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നിന്റെ അമ്മയോട് പറയാൻ നിനക്ക് കഴിയോ? മനസ്സിലായില്ല. നിന്റെ ഈ ധർമ്മസങ്കടം ഇതേ അളവിലും തൂക്കത്തിലും അമ്മയെ ബോധ്യപ്പെടുത്തണം. മക്കളെ സ്നേഹിക്കുന്ന ഒരു അമ്മയ്ക്ക് അവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയും. നീ സംസാരിക്കണം അമ്മയോട്. അമ്മയോട് അനുവാദം വാങ്ങണം. എന്നിട്ട് ഗംഗയെ കൊണ്ടുവന്ന് നിന്റെ വീട്ടിൽ അമ്മയുടെ സംരക്ഷണയിൽ താമസിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോവാം. അല്ലാതെ അനിശ്ചിതത്വത്തിന്റെ പെരുവഴിയിലേക്ക് ആ കുട്ടിയെ ക്ഷണിച്ചുകൊണ്ട് പോരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ നീ രാവിലെ തന്നെ പോകണം. അമ്മയോട് കാര്യങ്ങൾ വിശദമായി തന്നെ പറയണം. അവിടുന്ന് സമ്മതം കിട്ടിയ പിന്നെ ഞാനുണ്ട് എല്ലാത്തിനും നിന്റെ കൂടെ. എന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? അമ്മ, ഞാൻ ആ ഒരുമ്പട്ടവളെ കുറിച്ച് ഇനി വീട്ടിൽ എന്തെങ്കിലും കേട്ടാ ഇവിടെ കൊലപാതകം നടക്കും. കുഞ്ഞു കളിക്കുന്നോ? എന്താ നീ വിചാരിച്ചേ? നിനക്കൊക്കെ ചിറകു മുളയ്ക്കുന്നതിന് മുമ്പ് നിന്റെ അച്ഛനെ ദൈവം അങ്ങ് വിളിച്ചു. തിരിച്ചറിവാകാത്തതും പറക്കം മുറ്റാത്തതുമായിട്ട് ഒന്നല്ല, 4 മക്കള്. രാപകലില്ലാതെ കഷ്ടപ്പെട്ട 3 ഞാൻ വളർത്തിയത്. ഒരു നേരം നിന്നെ ഒന്നും പട്ടിണി കിട്ടിട്ടില്ല. ഞാൻ കഞ്ഞിവെള്ളം കുടിച്ച് വിശപ്പടക്കിയിട്ടുണ്ട്. ഉണ്ണാൻ മാത്രമല്ല, ഉടുക്കാനും പഠിപ്പിക്കാനുമായിട്ട് ഒരുപാട് ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. വല്ലവരുടെയും പാടത്ത് കൊയ്യാൻ വരെ പോയിട്ടുണ്ട് ഈ ദാക്ഷായണി, അറിയാവോ? അമ്മ ഇതൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ടും മക്കളുടെ തലേ കയറിയില്ലല്ലോ. നിങ്ങൾക്ക് കളിയാ കേട്ട് ചിരിക്കാനുള്ള കഥകള്. എനിക്ക് അങ്ങനെയല്ല. കാരണം ഞാനാ ദുരിതം അനുഭവിച്ചത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത്. അത്രേ. ഒരുത്തി അയച്ചു, അവള് കരപറ്റിയില്ല. ഇനി ഒരെണ്ണം വളർന്നു നിൽക്കുക. ഒരാൺതരി ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു ആകെ ഒരാശ്വാസം. അവന്റെ കൂടെ കുടുംബം ഗതി പിടിക്കാനുള്ള ഒരു അവസരം ഒത്തു വന്നപ്പോഴാ അവന്റെ ഒരു ഒടുക്കത്ത്. പറ്റില്ല ഗിരി, പറ്റില്ല, നടക്കില്ല. അമ്മ ആ കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനെന്തിനാ അവിടെ കാര്യം ആലോചിക്കണം? ഇവിടുത്തെ പെമ്പിള്ളേരുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെ തല പെരുത്തിരിക്കുക. ഗംഗ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അവിടെ വീട്ടുകാർ സഹിക്കണം. പെമ്പിള്ളേരെ അച്ചടക്കത്തോടെ വളർത്തിയില്ലെങ്കിലേ ഇതുപോലുള്ള ഏടാകൂടങ്ങൾ വരുമെന്ന് മനസ്സിലാക്കണം.
നിമിഷം നേരത്തെ അവള് തീർന്ന അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിക്കും. അമ്മേ, എന്താ സഹിക്കുന്നില്ല നിനക്ക്? സത്യം പറയാൻ ഗിരി, ആ പെണ്ണിന് വേണ്ടി നീ പേർഷ്യ പോകാതിരുന്ന പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നു. അവള് വല്ല കടുങ്കൈ ചെയ്യുമെന്നല്ലേ നിന്റെ പേടി? നീ ആ പേടി മാറ്റിക്കോ. പകരം ഇവിടെ ഒന്നല്ല 3 പേര് ഒരുമിച്ചായിരിക്കും കടുങ്കൈ ചെയ്യുന്നത്. ആ കാര്യത്തിൽ മാറ്റമില്ല. നീ പോയി ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് വേണം സുലോചനയുടെ സ്ത്രീധന ബാക്കി കൊടുത്തു തീർക്കാൻ. ബാക്കിയുള്ള ഒരെണ്ണത്തിന് 4 പേര് കുറ്റം പറയാത്ത രീതിയിൽ ഇറക്കി വിടണം. കടങ്ങളെല്ലാം വീട്ടണം. എത്ര നാൾ കൊണ്ട് ഇതൊക്കെ നടക്കാനാ? ഒന്നും ആലോചിക്കാതെ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞു നടക്കാൻ നാണമില്ല നിനക്ക്? അമ്മ പെങ്ങന്മാരുടെ സങ്കടം കാണാത്തവന്റെ സ്നേഹത്തിന് എന്ത് വിലയാ? അതാ ശൃംഗാരി തിരിച്ചറിയണ്ടേ? എന്താ അമ്മേ, എന്താ പ്രശ്നം? ചോദിച്ചു നോക്ക ആങ്ങളയോട്. അവന് പേർഷ്യയിൽ പോയി കാശുകാരനായിട്ട് തിരിച്ചു വരുന്നത് സ്വപ്നം കണ്ടിരിക്കില്ലായിരുന്നോ നിങ്ങള്? എന്താ ഗിരി? അവന് ആ വാദ്യാരുടെ മോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പോവാന്ന്. ഇങ്ങോട്ടോ? ആ, എഴുന്നള്ളിച്ചോണ്ട് വരുമ്പോ ഞാൻ നിലവിളക്കുമായിട്ട് അവളെ സ്വീകരിക്കണമെന്ന്, സപ്രപഞ്ചത്തെ കയറ്റിയിരുത്തി സൽക്കരിക്കുകയും ചെയ്യണമെന്ന്. എന്താ ഗിരി, നിനക്ക് ഭ്രാന്തുണ്ടോ? അവന് ഭ്രാന്തില്ല, പക്ഷേ നമ്മളെല്ലാം ഭ്രാന്ത് പിടിപ്പിക്കാൻ അവന്റെ നോട്ടം. എന്നിട്ട് അത് കണ്ട് പെണ്ണുമ്പിള്ളയായിട്ട് ഇവിടെ ജീവിക്കണം പോലും. ഒറ്റ ചെയ്ത 3 ശവങ്ങൾ കത്തുന്നത് കാണണോ നിനക്ക്? നിന്നോടാ ചോദിച്ചേ. അമ്മേ, വേണ്ടെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങോട്ട് താ. എടാ, ഇങ്ങോട്ട് തരാൻ. സത്യം ചെയ്, അവളെ മറക്കാമെന്നും ഞങ്ങളെ കൂട്ടക്കൊലയ്ക്ക് കൊടുക്കില്ലെന്ന് സത്യം ചെയ്. പെറ്റ തള്ളയുടെ തലയെ തൊട്ട് സത്യം ചെയ്യടാ. എടാ, സത്യം ചെയ്യാൻ. ഗിരി, ഇല്ല, അരുതാത്തതൊന്നും ഞാൻ ചെയ്യില്ല. സത്യം. ഗീതേച്ചിയുടെ മാത്രമല്ല, ഇവിടെ എല്ലാവരുടെയും വിചാരം ഗംഗയുടെ മനസാക്ഷി സൂക്ഷിക്കുന്നത് ഞാനാണെന്നാ. എപ്പോ കണ്ടാലും ചേച്ചി കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും, ഗംഗ എന്തെങ്കിലും പറഞ്ഞോന്ന്. ഇല്ലെന്ന് പറഞ്ഞാൽ വിശ്വാസവും ഇല്ല. നമ്മളോടൊന്നും തുറന്നു പറയുന്നില്ലെന്ന സത്യം നമുക്കല്ലേ അറിയൂ. ഒരാളുടെ ഉള്ളിൽ എന്താണെന്ന് അകത്ത് കയറി നോക്കാൻ പറ്റില്ലല്ലോ. എന്റെ മനസ്സിൽ എന്താണെന്ന് ഉമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അതിനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ അധ്യായം കഴിയല്ലേ. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ കല്യാണം. പിന്നെ നീ ഈ സ്ഥലം വിട്ടു പോവും. ഇതുവരെയുള്ള ജീവിതവും അതോടെ വിട്ടുപോകും. നന്ദഗോപൻ സാറിനൊപ്പം പുതിയൊരു ജീവിതം, പുതിയ ബന്ധുക്കൾ. സത്യത്തിൽ എനിക്ക് ഭയമുണ്ടായിരുന്നു, നീ അബദ്ധം എന്തെങ്കിലും കാണിക്കുമെന്ന്. അത്രയ്ക്ക് മൗനമായിരുന്നല്ലോ ചിലപ്പോ. വേണ്ടാത്ത ചിന്തകൾ കയറി കൂടിയിട്ട് എന്തെങ്കിലും എടുത്തുചാട്ടം നടത്താതിരുന്നത് നന്നായി. പഠിക്കുന്ന സമയത്ത് കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളും റൊമാൻസും ഉള്ള എത്രയോ പേരുണ്ട്. അവരെല്ലാം വിവാഹം കഴിക്കുന്നില്ല. ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ പഴയതെല്ലാം മറക്കും. അതൊരു പൊതുവായ സത്യമാണ്. ആ പൊതുസത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ചിലരുണ്ട്. അവർ മൂലം പ്രശ്നത്തിലാവുന്നത് വീട്ടുകാരാണ്. അല്ല, നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? മറ്റന്നാളത്തെ കല്യാണത്തെക്കുറിച്ച് പറയാം. മറ്റന്നാൾ നടക്കാത്ത കല്യാണത്തെ കുറിച്ചെന്ന് പറ. ഓ പിന്നെ, അതിനിടയ്ക്ക് ഒരു തമാശ. തമാശയല്ല, വാസ്തവം. ഗംഗേ, അതെ, ഇന്നോ നാളെ ഗിരി വരും. എന്നെ വിളിക്കാം. സത്യമാണ് നീ പറയുന്നത്?
എന്ത് യുദ്ധമുണ്ടായാലും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഒരാളെ സ്നേഹിക്കുക എന്നിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുക, ആ വഞ്ചനയേക്കാൾ എത്രയോ ഭേദം ആ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. പക്ഷെ ഈ അവസാന നിമിഷത്തിൽ ഒളിച്ചോട്ടം അതെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഓർക്കാത്തെന്താ? ആദ്യ നിമിഷം മുതലേ ഞാൻ പറയുന്നത് ഈ കല്യാണം ഉറപ്പിക്കണ്ടെന്ന്. പെണ്ണ് കാണാൻ ആ മനുഷ്യൻ വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അച്ഛനോട് മാത്രമല്ല നിന്നോട് ഞാൻ സംസാരിച്ചു. ആരും വകവെച്ചില്ല. എനിക്ക് അയാളോട് എല്ലാം തുറന്നു പറയണമെന്നുള്ള ആവശ്യം തള്ളിക്കളഞ്ഞു. എന്റെ എല്ലാ എതിർപ്പുകളെയും എല്ലാവരും അവഗണിച്ചു. എന്നിട്ടിപ്പോ അവസാന നിമിഷം എന്ന് പറഞ്ഞ് കബളിപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഞാൻ പോകുമേ. ഇനി നീ ഈ വിവരം ചോർത്ത് കൊടുത്ത് ഞങ്ങളുടെ യാത്ര മുടക്കാന്ന് വിചാരിക്കണ്ട. ജയിലിൽ അടച്ചിട്ടാലും ഞാൻ പുറത്തു പോവും. ഗിരി എന്നെ കൊണ്ടുപോകും. അഥവാ ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഒരുമിച്ച് മരിക്കാനും ഞങ്ങൾക്ക് മടിയില്ല. അതാണ് തീരുമാനം. അപ്പോ ഈ കല്യാണം നടക്കില്ല. ഞാൻ പോവും.